उसी प्रकार से एक करूवन्नूर कोऑपरेटिव बैंक का स्कैम, और उसमें तो ये कम्युनिस्ट पार्टी के बड़े बड़े नेताओं के नाम आ रहे हैं, गरीब लोगों के पैसे डूब रहे हैं। जिस तरह लेफ्ट के नेताओं पर सवाल उठ रहे हैं, उसे भी केरल के लोग अच्छी तरह जानते हैं। मैं आज केरला के लोगों को फिर से भरोसा देता हूं कि स्कैम के दोषियों को, जनता को लूटने वालों को कभी भी छोड़ा नहीं जाएगा, उन पर सख्त कार्रवाई होगी। നമസ്കാരം. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അക്കൗണ്ടുകൾ ED തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ടും ചെയ്തു. ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ ഉണ്ടെന്നും അതിന്റെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടില്ലെന്നും കമ്മീഷന് നൽകിയ കത്തിൽ ED പറയുന്നു. ഓഡിറ്റ് ചെയ്യപ്പെടാത്ത ഈ അക്കൗണ്ടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുമോ എന്നതാണ് ചോദ്യം. BJPക്ക് ഗുണ്ടാപിരിവ് നടത്താൻ ED കൂലിപ്പണിയെടുക്കുകയാണെന്നായിരുന്നു CPMന്റെ മറുപടി. ആ കൂസലില്ലായ്മയിൽ തീരുമോ വിഷയം? ED BJPയുടെ റിമോട്ട് പാവയെന്ന് ദേശീയ തലത്തിൽ പറയുന്ന കോൺഗ്രസ് കേരളത്തിൽ എന്ത് നിലപാടെടുക്കും? തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന് പൂട്ടിടുകയാണോ ED? ആ കുരുക്ക് മുറുകുമോ? തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവാസി മലയാളികൾ കരുതുന്നത് എന്താണ്? സ്വാഗതം ഗൾഫ് 8ലേക്ക്. പാനലിസ്റ്റിൽ ചേരുന്നു കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, BJP NRI സെൽ ഭാരവാഹി രമേശ് മാണിക്കോത്ത്, ഒപ്പം CPM അനുഭാവി വാഹിദ് നാട്ടിക. ആദ്യം ശ്രീ വാഹിദ് നാട്ടിക, കരുവന്നൂർ വാർത്ത തെറ്റാണെങ്കിൽ CPM EDക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നാണ് BJP പറയുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന് കരുതുന്നുണ്ടോ CPM? ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നല്ല, ഇതൊരു RSS അജണ്ടയാണ്. RSS ഇന്ത്യയിൽ ഇന്ന് നടത്തിക്കൊണ്ട് ഒരുപാട് അജണ്ടകളുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ ജയിലിലിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവരുടെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അനുസരിച്ച് അവർ പുതിയ പുതിയ കഥകൾ, പുതിയ പുതിയ ഡ്രാമകൾ നടത്തിക്കൊണ്ടേയിരിക്കും. നടത്തട്ടെ. ഞാൻ പറയുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു കേന്ദ്ര സർക്കാരിനെതിരെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്നിട്ട് അതിനനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരികയും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അത് പരിഗണിക്കാൻ നിൽക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യയിൽ BJP ഇത്രയധികം മുഖ്യമന്ത്രിമാരുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ കാരണം ഈ കാര്യങ്ങളിലൊക്കെ ശക്തമായ നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷം വലിയ പാർട്ടിയൊന്നുമല്ല. നിങ്ങൾ വളരെ പരിഹസിക്കുന്ന ആളുകൾ പരിഹസിക്കും, വളരെ ചെറിയ പാർട്ടിയാണ്, അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ തന്നെ. ഈ അവസാനിപ്പിക്കണം. ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കൽ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും അപകടകാരികളായുള്ളവർ കമ്മ്യൂണിസ്റ്റുകാർ. കാരണം ആ വിചാരധാര അപകടകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും RSS ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് ഏറ്റവും അപകടകരമായ ആശയമാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യത്വം, മനുഷ്യൻ, ജാതി, മതം, ഇത്തരം ഭ്രാന്തമായ ആവേശങ്ങൾക്ക് പകരം മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്ന ആ മാനവികത അവർക്ക് ഏറ്റവും വലിയ ആപൽക്കരമാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആവനാഴിയിലെ എല്ലാ വഴികളും ശ്രമിക്കും. വേണ്ടത്. അതെ, അതിന് അങ്ങനെയുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിലുണ്ട്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് പരാതികൾ നേരത്തെ തന്നെ വന്നതാണ്. വിവിധ അന്വേഷണ ഏജൻസികൾ അതുമായി കടന്നു പോകുന്നതാണ്. ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ച് പറയുന്ന CPM എന്തിന് ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണുള്ളത്. ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണം. അത്തരം ബാങ്ക് നിയമമോ ബൈലോയോ ഒന്നും പാലിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ സാധാരണക്കാരുടെ പരാതികൾ പോലും അതിനടിസ്ഥാനമായിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുകയാണ് എന്ന് പറയുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ഈ സംഭവം മാറി നിൽക്കുകയാണ്. CPMന് ആ തരത്തിൽ ഇത് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു വിശകലനമില്ലേ? അല്ല, അത് അവരിട്ടാൽ ബർമുഡാം, ഞങ്ങളിട്ടാൽ അല്ല എന്ന് പറയുന്ന ആ ഭാഷ ശരിയല്ല. ഇന്ത്യയിൽ RSSന് ഒരേ ഒരു അജണ്ടയുണ്ട്. അത് പ്രതിപക്ഷത്തുള്ള മുഴുവൻ കക്ഷികളെയും നിരായുധീകരിക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയെ RSSനുള്ളൂ. അപ്പോ RSSന്റെ ടൂളാണ് BJP, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാവുന്നല്ല. അത് RSS എന്ന് പറയുന്ന ഒരു സംഘം നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്കെതിരെ നിൽക്കുന്ന എല്ലാ മാനവികാശങ്ങളും, അവർ ഒരു ഭ്രാന്തമായ വികാരത്തിൽ നിൽക്കുന്ന ഒരു സംഘമാണ്. അപ്പൊ അവർ
പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കുമെന്നേ. അപ്പൊ ഞാൻ പറയുന്നത് ഇവർ കരുവന്നൂരിന്നല്ല, ഇവർ ഇതിനു മുമ്പ് എത്രയധികം കഥകൾ പറഞ്ഞു, അത് ഓർക്കുന്നില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈന്തപ്പഴത്തിൽ സ്വർണം, മറ്റേ ബിരിയാണി ചെമ്പിൽ സ്വർണം, അങ്ങനെ എന്തെല്ലാം കളുമായിട്ട് 6-7 അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഇങ്ങനെ ഇട്ടാവിട്ടങ്ങനെ കിടന്ന് പറന്നില്ലേ എന്ന് നിങ്ങൾ ചെയ്യുന്ന ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ധൈര്യസമേതം വെല്ലുവിളിക്കുകയാണ്. ഇത് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ധൈര്യസമേതം വരൂ, എന്നിട്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ ചെയ്യേ, എന്നിട്ട് നിങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കേരളം നിങ്ങൾക്ക് വളരെ കൃത്യമായി പറയാം, കേരളത്തിൽ RSSനെ ഒരു കാരണവശാലും മുട്ടുകുത്തൂല മലയാളി. മതേതര മലയാളി നിങ്ങൾ എന്ത് ഉമ്മാക്കി കാണിച്ചാലും അതിന്റെ എക്സ്ട്രീം ലെവലിൽ പോയിട്ടും, ഞാൻ വീണ്ടും പറയുന്നു, എന്ത് എക്സ്ട്രീം ലെവലിൽ പോയിട്ടും ഈ മതേതര ഇന്ത്യ എന്നുള്ള ആവശ്യത്തിൽ ഇന്ത്യയിലെ മലയാളികൾ. ശരി വാഹിദാട്ടിക, ഞാൻ തിരികെ എത്താം. ഞാൻ ആ കേസിന്റെ മെറിറ്റിൽ കൂടെ വരാം. അഡ്വക്കേറ്റ് ഹാഷിഖ് തേക്കണ്ടി, തെരഞ്ഞെടുപ്പ് കാലമാണ്, ED കേരളത്തിലും കുരുക്കുമുറുക്കുകയാണോ? കോൺഗ്രസ് അനുഭാവികൾ കരുതുന്നത് എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിൽ ഒതുക്കിക്കൊണ്ട് മോദി കഴിഞ്ഞ 2014 മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ മുഴുവനായിട്ടും തന്നെ പ്രതിപക്ഷ പാർട്ടികളെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കോർപ്പറേറ്റ് കമ്പനികളെയോ ആണ് നോട്ടം വെച്ചിരിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളിൽ ആരെങ്കിലും BJPയിൽ ചേർന്നാൽ പിന്നെ അവർ പരിശുദ്ധരായി മാറും. അതല്ലെങ്കിൽ മറ്റ് കമ്പനികളാണെങ്കിൽ അവരിൽ നിന്ന് ഇലക്ട്രോ ബോണ്ടുകളും കോടികൾ വാങ്ങിക്കൊണ്ട് തട്ടിപ്പ് സംഘം എന്ന് പറഞ്ഞ ഗുണ്ടാ പിരിവ് നടത്തിക്കൊണ്ട് അവരെയും വിശുദ്ധരാകും. ഇവിടെ നമുക്കറിയേണ്ടത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ എന്നും സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു നട്ടെല്ലായി നിന്നിട്ടുള്ളതാണ് ഇടതു പ്രസ്ഥാനം. ആ ഇടതു പ്രസ്ഥാനം കരുവന്നൂർ കേസിൽ ഇങ്ങനെ ED അന്വേഷിക്കുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് അവർ തെറ്റ് ചെയ്തില്ല എന്ന് പറയരുത്. 4ഓളം ആളുകൾ മരിക്കുകയും ഒരാളുടെ ദുരൂഹ മരണത്തിന് ഇടവരുത്തുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ ED MM വർഗീസിനെ അന്വേഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒരു നാടകമുണ്ട്. എന്റെ പ്രിയ സുഹൃത്ത് നാട്ടിക പറഞ്ഞതുപോലെ കേരളം ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ അതിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്രത്തിന്റെ ചട്ടുകമായി നട്ടെല്ല് വളച്ചുകൊണ്ട് സ്വന്തം മകളെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ നാടകമാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. 2023 ഓഗസ്റ്റ് 22 AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ 45 ലക്ഷം രൂപയുടെ സമ്പാദ്യം അവിടുന്ന് കണ്ടുകെട്ടി മരവിപ്പിച്ചു. പിന്നീട് 150 ദിവസം കഴിഞ്ഞപ്പോൾ അതോറിറ്റി അത് കൺഫേം ചെയ്തു. പക്ഷെ ഇന്നേ വരെ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടോ ഇല്ല. അതിന് കാരണം ഈ രാഷ്ട്രീയത്തിന്റെ വാള് പേടിപ്പിച്ചുകൊണ്ട് CPM-നെ പരിധിയിലാക്കിക്കൊണ്ട് പാവപ്പെട്ട വാഹിദ് നാട്ടികയെ പോലുള്ള ആത്മാർത്ഥമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നേതാക്കൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊറോട്ട് നാടകത്തിന്റെ ഒരു കളിയാണ് ഇന്ന് ED-യെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് അന്വേഷണം ഉണ്ടായി. ഈ ഇലക്ഷന്റെ സമയത്ത് ഈ പറയുന്ന രീതിയിൽ മോഡി കാണിക്കുന്ന സ്നേഹം ഇത് കള്ളന് കഞ്ഞി വെച്ചവന്റെ ഒരു രാഷ്ട്രീയ എന്നതിലുപരി മറ്റൊന്നും തന്നെ ഇല്ല. കേരളത്തിലെ ഇടതുപക്ഷം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ നശിക്കുന്നത് മതേതരത്വമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി പണ്ടത്തെ BJP-യുടെ വോട്ട് വാങ്ങി അന്ന് ആദ്യമായി MLA ആയ ആളുടെ നട്ടലില്ലായ്മയാണ് ഇന്ന് ഈ കേരളത്തിൽ കാണുന്ന CPM-ന്റെ അധപ്പതനത്തിന് കാരണം. അവർ പോയിട്ടുള്ള ഒരുപാട് കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുള്ള ശിവശങ്കരൻ അടക്കമുള്ളവർ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും മുഖ്യമന്ത്രിയെ നിങ്ങൾ കാണൂ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഉണ്ടായി എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത് ഒന്നിച്ചു നിന്ന ആളുകൾക്ക് തന്നെയാണ് ED-യുടെയും ജയിൽ ശിക്ഷയും ഒക്കെ ലഭിച്ചത്. ഈ ഒരു തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട ആളുകളുടെ, അതും തന്നെ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ അക്കൗണ്ട് എടുത്തുകൊണ്ടുള്ള ഈ നിയമങ്ങളൊന്നും അറിയാത്തവരല്ലോ CPM. സഹകരണ പ്രസ്ഥാനത്തിന്റെ എല്ലാ നിയമങ്ങളും അറിയുന്ന CPM അവിടെ പാർട്ടിയുടെ അതൊക്കെ സമ്മതിക്കുന്നു ഞാൻ. അഡ്വക്കേറ്റ് ഹാഷിഖ് തേക്കണ്ടി, അതിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഇതിനകത്തുണ്ടോ? കരുവന്നൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ നിരന്തരം പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നു, പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നു, കൃത്യമായ അറസ്റ്റ് നടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനിടയിൽ ED കടന്നു വരുമ്പോൾ കോൺഗ്രസിന് ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് ജനങ്ങൾക്ക് മുന്നിൽ എടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ED-യെ റിമോട്ട് പാവയാക്കുകയാണ് BJP-യുടേതെന്ന് ദേശീയ തലത്തിൽ പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എല്ലാ സ്ഥലങ്ങളിലും ED വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് ED വരുമ്പോൾ പ്രത്യേകിച്ച് അതിനെ എതിർക്കുന്ന ഒരു നയം സ്വീകരിക്കുന്ന കോൺഗ്രസിന് ഇവിടെ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അതല്ലാത്തൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ?
എല്ലാത്തൊരു നിലപാട്, കോൺഗ്രസിന്റെ നിലപാട് ഇ ഡിയെയും അതുപോലെ തന്നെ IT വകുപ്പിനെയും ആദായ വകുപ്പിനെയും ഏതൊക്കെ തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ഒക്കെ തന്നെ മോഡിയും BJPയും അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇംഗിതത്തിന് ഇവൻ ജുഡീഷ്യറിയെ പോലും അവരുടെ പരിധിയിലേക്ക് വരുത്തുന്നുണ്ട്. ഇവിടെ വന്നത് കരുവന്നൂർ ബാങ്കിന്റെ കേസിൽ വന്നിരിക്കുന്നത് അവിടെ നടത്തിയ ഉന്നതരുടെ കൊള്ള അല്ലെങ്കിൽ അവർ കാണിച്ച അഴിമതി, അതിന്റെ എല്ലാ രേഖകളും കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളെ ഒരു ലീഡിലേക്ക് എത്തിക്കുകയും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി മുൻപുള്ള തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായ ലീഡിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഈ പാവപ്പെട്ട എന്റെ പ്രിയപ്പെട്ട വാഹിദിന്റെ പാർട്ടിക്കാരെ പ്രേരിപ്പിക്കുകയാണ്. വാഹിദ് പോലുള്ള നൂറുകണക്കിന് CPMന്റെ ആളുകൾ അവർ രക്തം കൊടുത്തു. നമുക്കറിയാം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ സ്വത്ത് പോലും ഈ പാർട്ടിക്ക് എഴുതി കൊടുത്തപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ സ്വന്തം മകളുടെ പേരിൽ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിക്കൊണ്ട് മാസപ്പടി വാങ്ങുന്ന രീതിയിലേക്ക് ഈ പാർട്ടിയെ അധപ്പതിച്ചപ്പോൾ ഇവിടെ തകരുന്നത് സാധാരണക്കാരന് കമ്മ്യൂണിസത്തോടുള്ള അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ചിന്താഗതിയിലുള്ള പ്രാപ്തിയാണ്, അല്ലെങ്കിൽ അവരോടുള്ള ബഹുമാനമാണ് ഇല്ലാതാവുന്നത്. പാവപ്പെട്ട സഖാക്കളോട് എനിക്ക് സഹതാപമുണ്ട്. ഉന്നതരായ നേതാക്കൾ ചെയ്യുന്നതിൽ ഇവർ ഒക്കെ തന്നെ ഞാൻ തിരികെ എത്താം അഡ്വക്കേറ്റ് ഹാഷിഖ് തേക്കണ്ടി. ശ്രീ രമേശ് മാണിക്കോത്ത്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയാണ് BJPയും സംഘപരിവാർ സംഘടനകളും എന്നുള്ള ഒരു ആരോപണം, ആ ഒരു വലിയ വിമർശനം ദേശീയ തലത്തിൽ ശക്തമായി നിൽക്കുന്ന സമയത്ത് കേരളത്തിലും ED വരുമ്പോൾ സ്വാഭാവികമായിട്ടും EDയുടെ നീക്കത്തെ ആ തരത്തിൽ മാത്രം വ്യാഖ്യാനിക്കാനും രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവരാനും കേരളത്തിൽ കൂടുതൽ ശക്തിയുള്ള രണ്ട് മുന്നണികൾക്കും കഴിയും. അവിടെ EDയുടെ ഉദ്ദേശശുദ്ധി പോലും കൃത്യമായി ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ? നമസ്കാരം. ഇവിടെ ശ്രീ വാഹിദ് പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. വാഹിദ് ഇവിടെ എപ്പോഴും വരുന്നത് RSSന് ചീത്ത പറയുന്നില്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അത് അദ്ദേഹം ഒരുക്കിയെടുക്കില്ല. ആദ്യം മുതൽ ഈ നമ്മൾ ചാവി കൊടുത്ത് വിടുന്ന ബൊമ്മ പോലെ വന്ന ഉടനെ RSSന് ചീത്ത പറയും. അവസാനം വരെ അതാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതുപോട്ടെ, അദ്ദേഹം ഒരു കേരളത്തിൽ സമ്മതിക്കില്ലെന്ന്. നിങ്ങളുടെ പെർമിഷൻ വേണ്ട വാഹിദ് ഭായി. നിങ്ങൾ ഇതേപോലെ 10, 15, 20, 30 വർഷം ഭരിച്ചിട്ട് നിങ്ങൾ എന്താ അവിടെ പശ്ചിമ ബംഗാളിൽ അത് ഭയങ്കരമാണ്, തൊടാൻ പറ്റില്ല. അവിടെയൊക്കെ താറുമാറായി നിങ്ങൾ. അതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ വെല്ലുവിളിയൊന്നും വേണ്ട. അതുപോട്ടെ, നമുക്ക് പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പൊ കരിവന്നൂരിൽ നടക്കുന്ന എന്താണ്? കരിവന്നൂരിൽ നടന്നത് തികച്ചും സഹകാരികളെ CPM കൊള്ളയടിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട സഹകാരികളുടെ പൈസ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് ഇപ്പൊ പുതിയൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നത് 5 അക്കൗണ്ട് അത് വെറും കരിവന്നൂരിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ അതായത് ആദായനികുതി വകുപ്പിനെയോ IT വകുപ്പിനെയോ അറിയിക്കാതെ മൂടി വെച്ചതാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മണി ലോണ്ടറിങ്, അതുവഴി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വേറെ ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇതിനോടനുബന്ധിച്ച് എന്താ നടന്നത്? അവിടെയുള്ള പാവപ്പെട്ട സഹകാരികൾ, ഒരു സ്ത്രീ അദ്ദേഹം ചികിത്സ കിട്ടാതെ മരിക്കുന്നു, വേറൊരാൾ ദയാവധത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നു. എന്തൊരു നാണക്കേടാണ് കേരളത്തിൽ. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ആർക്കും സമയമുണ്ടോ? ഇതൊന്നും ഇവരുടെ വിഷയമല്ല. ഈ വിഷയത്തിൽ അവർ വരികയില്ല. പിന്നെ ഈ CPMനെ സംബന്ധിച്ച് വേറൊരു വിഷയവും, എന്ത് വിഷയം ഉണ്ടാകുമ്പോൾ ഇവരാദ്യം എന്താ പറയാ, ഞങ്ങൾ ജനങ്ങളെ നേരിടും. ഇതാണ് ഇവർ പറയുന്നത് എല്ലാ വിഷയത്തിലും. ആദ്യം മുതൽ പണ്ട് MP രാഘവൻ മുസ്ലിം ലീഗിനെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോ ഇവരെന്താ പറഞ്ഞത്? രാഘവനെ പുറത്താക്കി, രാഘവൻ മാടായി മണ്ടൻ എന്ന് പറഞ്ഞ് രാഘവനെതിരെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര മാൻ പവറായി ഇവർ നശിപ്പിച്ചത്, എത്ര മീറ്റിംഗ് നടത്തിയവര്, എത്ര പ്രതിഷേധങ്ങൾ നടത്തി MP രാഘവനെ നടക്കാൻ വിട്ടു. അദ്ദേഹത്തിന് അവസാനം എന്താ ഉണ്ടായത്? MP രാഘവൻ മരിച്ചപ്പോ അദ്ദേഹത്തിന് 16 അടിയന്തരത്തിന് പുട്ടടിക്കാൻ ആദ്യം ഇവരാ പോയത്. ഇതാണ് ഇവരുടെ നിലപാട്. അപ്പൊ ഇവിടെ ഈ കരിവന്നൂരിൽ നടക്കുന്നത് കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർക്കറിയാം. പക്ഷേ പ്രതിനിധിക്കാൻ വേറെ മാർഗമില്ല. അപ്പൊ പറയും അത് BJP കൊണ്ടുവന്നൊന്നുമില്ല, സഹകാരികളാണ് ഇതിന് പരാതി കൊടുത്തിരിക്കുന്നത്. അവരുടെ പാവപ്പെട്ട സഹകാരികളുടെ പണം കൊള്ളയടിച്ച് കൊടുക്കാതെ ഒരാളുടെ സ്വത്ത് തന്നെ 5, 6 ലോൺ എടുത്തുകൊണ്ട് അവർ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എത്രയോ അക്കൗണ്ടുകൾ ഇവർ പറയുന്നത് എല്ലാം സുതാര്യമാണ്. സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വന്നില്ല? ED ഇപ്പൊ കണ്ടെത്തിയില്ലേ? അത് കരിവന്നൂർ മാത്രം. അത് കൂടാതെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇന്ന് മീഡിയ 20ഓളം അക്കൗണ്ടുകൾ വേറെയുണ്ടെന്നാണ്. ഇതുപോലുള്ള അതുകൊണ്ടാണ് ഇവർ ആദ്യമേ പറയുന്നത് ഈ സഹകരണ പ്രസ്ഥാനത്തെ തുടരുത് എന്ന് പറഞ്ഞത്. ഇതാണ് സംഭവം. ഇതിൽ പലതും ഉണ്ട്.
പല കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എത്ര രൂപ മിനിമം വേണമെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും അക്കൗണ്ടുകൾ എവിടുന്ന് വന്നു, പൈസ എവിടുന്ന് വന്നു, ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇത് പറയുമ്പോൾ BJP-യുടെ പുറത്താണ്, BJP ഇവരെ വിരട്ടുകയാണ്. BJP വിരട്ടിയിട്ടൊന്നുമല്ല 2014 ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്, 2019 അധികാരത്തിൽ വന്നത്, 2024 അധികാരത്തിൽ വരും. ആരെയും വിരട്ടണം. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി ഞങ്ങളുടെ ഇത്രയും കാലത്തെ 10 വർഷത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കുന്നു. അപ്പൊ ജനങ്ങൾ അതിന് വോട്ട് ചെയ്യും. ഇവരുടെ ഇതുപോലുള്ള ഗിമ്മിക്കുകൾ ഒന്നും നടക്കില്ല. ജനങ്ങൾ അത് പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ്. പക്ഷേ രമേശ് മാണിക്കോത്ത്, ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷേ ഇ ഡി അടക്കമുള്ള അന്വേഷണ ഏജൻസികൾക്ക് വിഷയമാകുന്നത് പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ാണ്. ഇത്തരം പരിശോധനകൾ നടക്കുന്നത് അവിടെ മാത്രമാണ്. കേസെടുക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്രമാണ്. അതാണ് വിഷയം. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടി ആ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ തലത്തിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയൂ. അതിൽ 2 കാര്യമുണ്ട് മാഡം. ഒന്ന്, എവിടെയാണോ അഴിമതി ഉള്ളത് അവിടെ അന്വേഷണം നടത്തും. പ്രതിപക്ഷ നേതാക്കന്മാരെ അഴിമതിക്കാരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത് കാര്യം, നിങ്ങൾ പറഞ്ഞത് BJP ഭരിക്കുന്ന അല്ലെ BJP അനുഭാവികളെടുത്ത് ഇതേപോലുള്ള അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിന് പോയിക്കൂടാ? കോടതികളിൽ പോയിക്കൂടാ? കോടതി പൂട്ടിയിട്ടൊന്നുമില്ല ഇവിടെ. ഇപ്പോഴും ഉണ്ട് കോടതി. നിയമസംഹിത ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് അതിനെ നേരിടാം. ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞോ പോകാൻ പാടില്ലെന്ന്? അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ പൊക്കോളൂ. വെറുതെ ഇങ്ങനെ പത്രമാധ്യമങ്ങൾക്കും മീഡിയക്കും മുന്നിൽ വന്നിട്ട് വെറുതെ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ വല്ല അഭിപ്രായമുണ്ടോ? നിങ്ങൾ കോടതിയെ പോയിക്കോളൂ. അങ്ങനെ ഇഡിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങൾ ആ തരത്തിലും ഉന്നയിച്ചിരുന്നു ആ സമയങ്ങളിലൊക്കെ. അതെ, നിങ്ങൾ ഇഡിക്കെതിരെ കേസ് കൊടുത്തു. സുപ്രീം കോടതിയിൽ കേരളത്തിന് വിഹിതമില്ല എന്ന് പറഞ്ഞു. വാഹിദ് നാട്ടി ഒരു കള്ളം പറഞ്ഞാണ്. ഇന്ന് എന്താ പറഞ്ഞത്? നിങ്ങൾ കടമെടുപ്പ് പരിധി കഴിഞ്ഞിരിക്കുന്നു, എടുക്കാൻ പറ്റൂല എന്നാ പറഞ്ഞത്. വാഹിദ് കള്ളം പറഞ്ഞതാണ്. പക്ഷെ ഒന്ന് പറഞ്ഞു, അത് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. യെസ്, വിട്ടോളൂ, പരിശോധിക്കട്ടെ, നമുക്കൊരു പരാതിയില്ല. അത് കള്ളം പറയാൻ പാടില്ല. ഇവിടെ വന്ന വിധി എന്താണ് ഇന്ന് വന്നതെന്നുള്ളത് സത്യസത്യമായിട്ട് പറയണം. ഒറ്റ കാര്യം കൂടി രമേശ് മാണിക്കോത്ത്, സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അത്താണിയാണ്. അതിലേക്ക് കടന്നു കയറാനുള്ള, അതിന്റെ സ്വയം നിയന്ത്രണാധികാരം എടുത്തു കളയാനുള്ള നീക്കങ്ങൾ ഇതിനു മുൻപും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുകയാണ് എന്ന് ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു ആശയം എത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. അത് BJP മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ലല്ല, ഇത് BJP എവിടെ സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനോ അതിനെ പിടിച്ചെടുക്കാൻ അങ്ങനെ സാധിക്കാത്ത കാര്യമാണത്. ഒരു ദിവസം പോയിട്ട് ഒരു സഹകരണ പ്രസ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റുമോ? എന്താ ഇത് വെള്ളരിക്ക പട്ടണമാണ്? അതൊന്നും നടക്കാത്ത കാര്യമാണ്. പക്ഷേ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രവണത അത് നിയന്ത്രിക്കപ്പെടണം. അത് CPM ഭരിക്കുന്നതായാലും ശരി, കോൺഗ്രസ് ഭരിക്കുന്നതായാലും ശരി, BJP ഭരിക്കുന്നതായാലും ശരി. നിയമത്തിന് അതീതമായിട്ട് ആര് പ്രവർത്തിച്ചാലും അതിനെ നിയന്ത്രിക്കേണ്ടത് ഒരു ഭരണഘടന ഒരു വിഭാവനം ചെയ്യുന്നതിന്റെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ഓക്കെ, ശ്രീ വാഹിദ് നാട്ടിക, ഇതിനെല്ലാമുള്ള മറുപടി വരുമ്പോഴും ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ പൊതുജനത്തിന് മുന്നിലുണ്ട്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക അതിലൂടെ നിക്ഷേപിച്ചിട്ടുണ്ട്, ബിനാമി വായ്പകൾ അതിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട്, കമ്മീഷന്റെ തുക നിക്ഷേപിക്കാൻ ഇതിനൊക്കെ ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉന്നത CPM നേതാക്കളാണ് ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തതെന്നും, എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച് ഒരു വിവരം പോലും ഓഡിറ്റ് രേഖകളിലൊന്നുമില്ല എന്നാണ് ED ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് സംശയകരമായിട്ട് ചില കാര്യങ്ങൾ പാർട്ടി ചെയ്യുകയാണ് എന്നുള്ള ഒരു തോന്നൽ പൊതു ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പബ്ലിക്കിന് മുന്നിൽ എത്തിക്കാൻ ED കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതും ഇലക്ട്രൽ ബോണ്ടിനെ വേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറയുക, പകരം ഞങ്ങൾ യാതൊരു രേഖയുമില്ലാത്ത രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കും എന്നാണോ? അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനേക്കാളും വലിയ EDയുടെ മേധാവി മോഡി നേരിട്ടിറങ്ങിക്കൊണ്ട് ഒരു 5-8 ഇറക്കി വിട്ടുകൊണ്ട് കേരളത്തിലെ ക്ലിഫ് ഹൗസ്, സെക്രട്ടേറിയറ്റ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു നടന്നു. അതിന്റെ ഒപ്പം കേരളത്തിൽ വാളയാർ ചുരം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഓൾറെഡി BJPയുമായി സഖ്യം ചേർന്ന് വേണുഗോപാലിന് പകരം MP തരാമെന്ന് പറഞ്ഞ് BJPയുടെ വോട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ പാലക്കാട് ഷാഫിനെ പകരം നിങ്ങൾ ഷാഫിക്ക് വോട്ട് തരൂ, ഞങ്ങൾ അവിടെ തരാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ച് കോലീബി സഖ്യം വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ആഷിക്ക് പറഞ്ഞു നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഒരിടത്തു പോലും BJPയെ പറയുന്നതിൽ അദ്ദേഹത്തിന് വിഷമമാണ്. അദ്ദേഹത്തിൽ നിന്നല്ല, കേരളത്തിലെ RSS, കാരണം അവരെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. K. സുധാകരൻ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. അന്തർധാരയുടെ ആരോപണങ്ങളൊക്കെ തിരിച്ചുമുണ്ട്. അല്ല,
തോന്നുന്നത് ഒരുപക്ഷെ ഹാഷി തേക്കണ്ടി അതായിരിക്കും പറയാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അതായിരുന്നു. ആ പറഞ്ഞത് മുഴുവൻ അദ്ദേഹം പച്ചക്കള്ളം. എന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവന്റെ മേത്ത് ചെളിവാരിത്തെറിക്കുക. ആരെടുത്ത്? RSSകാരൻ കൊല്ലാൻ 1 കോടി രൂപ ഇനാമിട്ട ഒരു മുഖ്യമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. RSSകാരൻ പ്രഖ്യാപിക്കുകയായിരുന്നു ഇയാളുടെ തലയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അതായത് ഗാന്ധിജിയെ കൊന്ന പോലെ കൊല്ലേണ്ട ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ RSS. എന്നിട്ട് അദ്ദേഹം പുതിയ കഥകൾ ഉണ്ടാക്കുക. എന്തായാലും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സുധാകരന്റെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നേതാവാണ്, അദ്ദേഹത്തിന്റെ അടുത്ത നേതാവാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ജൂൺ മാസം കഴിഞ്ഞാൽ മൊത്തത്തിൽ BJP പോകേണ്ടതാണ്. അതുകൊണ്ട് BJPയെ കുറ്റം പറയരുത്. കാരണം നമ്മൾ ഓൾറെഡി കോടികൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഓൾറെഡി കച്ചവടം ഉറപ്പിച്ചതാണ്. എന്ത് കച്ചവടം, എന്ത് കോലീപി നടന്നാലും വളരെ കൃത്യമായി അതിനുള്ള മറുപടി കേരളത്തിലെ ജനത ഈ വരുന്ന മാസം 26-ാം തീയതി തരും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വെച്ചിരിക്കുന്ന എല്ലാ മിഥ്യാധാരണകളെയും തകർത്തുകൊണ്ട് കേരളത്തിലെ കോലീബിയെ തകർത്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ മുരളി ഓൾറെഡി, പത്മജ പോയി, ആ പെങ്ങള് പോയി, ആങ്ങൾ ഓൾറെഡി സെറ്റപ്പ് ആക്കി വെച്ച് നിൽക്കുന്ന സ്പെസിഫൈ ചെയ്ത് ചോദിക്കുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. അത് അല്ല ഞാൻ ചോദിക്കുന്നത്, അത്ര കൂസലില്ലായ്മയോടുകൂടി ഇതിനെ കണക്കാക്കുക കൂടിയാണോ വാഹിദ്? അത്ര കൂസലല്ല, ഇത് പുച്ഛിച്ച് തള്ളുകയാണ് ഞാൻ പറയുന്നത്. അതായത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ എവിടെയും പ്രതിഫലിക്കുകയില്ല, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ ഇടതുപക്ഷത്തിന്? പറയാം. അതായത് EDയെ പേടിക്കണമെങ്കിൽ ഈ മോഡിയുടെ EDനെ പേടിക്കണം, മടിയിൽ കനം വേണം. അത് ലീഗുകാരനുള്ളത്, അത് കോൺഗ്രസ്സുകാരനുള്ളത്. കാരണം കരുണാകരൻ ആയിരക്കണക്കിന് കോടി നിക്ഷേപിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് പത്മജ വേണുഗോപാലിന് പോകാതെ പറ്റൂല, മുരളിക്ക് പോകാതെ പറ്റൂല, AK ആന്റണിക്ക് ഉണ്ടാക്കി വെച്ചത് ആന്റണിയുടെ മോൻ പോകാതെ പറ്റൂല. ഇനിയും പോകും, എല്ലാവരും പോകും. കാരണം പോകാതെ പറ്റൂല. സുധാകരൻ എന്ന് പറഞ്ഞ മാളിക പണിതിട്ടുള്ള കോടാനുകോടികളുടെ ആസ്തിയുള്ള സുധാകരന് പോകാതെ പറ്റില്ല. ED പിടിക്കും. കാരണം കട്ട് മോഷ്ടിച്ച് നിൽക്കുക എന്നുള്ളതാണ് കേരളത്തിൽ. മറുപടി എന്തായാലും അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വളരെ ക്ലിയർ ആയിട്ട് പറയാം, RSSന് മുമ്പിൽ ഒരു നിലയ്ക്കും അത്രേ പറയാം. ക്യാപ്സൂളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വാഹിദിനെ പോലത്തെ ആളുകളുടെ അടുത്ത് ഞങ്ങൾക്ക് മറുപടിയില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഇന്ന് പിണറായിയുടെ മന്ത്രിസഭയിലുള്ള ആള് ജനതാദളിന്റെ ദേവഗൌഡയുടെ അതിനെതിരെ കേസുണ്ട്, വ്യാജ പോസ്റ്ററിനെതിരെ കേസുണ്ട്, അതും വ്യാജ പോസ്റ്ററിനെതിരെ കേസുണ്ട്. അതും കേസുണ്ട്. പശ്ചിമ ബംഗാളിലെയും പാർട്ടി ഓഫീസ് മുഴുവൻ പോയിട്ടും പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ കേരളത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയായി പിണറായി മാറുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട വാഹിദ ഇതൊക്കെ പറയുന്നത്. നിങ്ങളെപ്പോലുള്ള ആയിരക്കണക്കിന് CPM പ്രവർത്തകർ, ആ പ്രവർത്തകർ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയതിന്റെ തെളിവ് കണ്ണൂരിലെ ദിനേശ് വിധിയാണ്. ആ 10,000 രൂപയിൽ തുടങ്ങിയ ആ സഹകരണ പ്രസ്ഥാനം ഇന്ന് എവിടെയോ എത്തി. അതിനെയൊക്കെ തന്നെ നിങ്ങൾ ഈ രീതിയിൽ കരുവന്നൂർ പോലുള്ള പേരിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് വന്നപ്പോൾ മാസപ്പടിയിലേക്കും ഫോണിലേക്കും ഐ ക്യാമറ അഴിമതിയിലേക്കും കോവിഡ് കാലത്ത് പോലും കൊള്ള നടത്തിയ ഒരു ഗവൺമെന്റ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് അപജയം സംഭവിച്ച ഒരു പാർട്ടിയുടെ ഒരു അനുയായി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾ ന്യായീകരിക്കുന്നത് കേരളത്തെ കട്ടുമുടിച്ച് ഇല്ലാതാക്കി മാസപ്പടി വാങ്ങി മകൾക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അനുയായി ആയതുകൊണ്ടുള്ള ഗതികേട് കൊണ്ടാണ് ഇവിടെ നിങ്ങൾ തല കുനിച്ചിരിക്കുന്നത്. മോഡിയുടെ EDയുടെ മുന്നിലും മോഡിയുമായിട്ടുള്ള ഡീഡിലുമാണ്. അതാണ് കഴിഞ്ഞ നിയമസഭയിൽ BJPയുടെ വോട്ട് നോക്കിയാൽ മാത്രം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നടത്തുന്ന വേട്ടയായിട്ട് ഇതിനെ ED നടത്തുന്ന വേട്ടയായി, രാഷ്ട്രീയ വേട്ടയായി ചിത്രീകരിക്കാൻ ശ്രമിക്കും ഇടതുപക്ഷം. അതുകൊണ്ട് ജനങ്ങൾ ഇത് തള്ളിക്കളയും. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് സമയത്ത് എന്താണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ നടത്തിയത്, അത് തള്ളിക്കളഞ്ഞതുപോലെ ഇത്തവണയും ജനം തള്ളിക്കളയും എന്നൊരു പറയുന്നൊരു ആത്മവിശ്വാസമുണ്ട്. മറുപടി ഇതിപ്പം EDയുടെ കേസിനെ ഈ രീതിയിലല്ലാതെ എന്താണ് CPM പറയേണ്ടത്? എങ്ങനെയാണ് പ്രതിരോധിക്കുക? എങ്ങനെയാണ് ഇപ്പൊ കരിവന്നൂരിൽ നടന്നത്, അവിടെ നടന്ന കൊള്ള അതില്ലാന്ന് ജനങ്ങളോട് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ അവിടെ ഈ കള്ള അക്കൗണ്ടുകൾ, തൃശ്ശൂരിൽ മാത്രം 25ഓളം കള്ള അക്കൗണ്ടുകൾ നടന്നത് അതില്ലാന്ന് CPM നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ ആ വിഷയത്തിലേക്കൊന്നും അവർ വരില്ല. ആ ചർച്ചയെ ആ ടോപ്പിക്കെ അവർ ചർച്ചയില്ല. ഇന്ന് മുഖ്യമന്ത്രി പത്രക്കാരുമായിട്ട് മീഡിയയായിട്ടുള്ള ചർച്ചയിൽ എന്താ പറഞ്ഞത്, 10 മണിയായി കഴിഞ്ഞു, ഇനി ചോദ്യമില്ല.
ഇനിയൊന്നും ഞാൻ മറുപടി പറയില്ല. അതാണ്, ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വരില്ല. കാരണം മറുപടിയില്ല. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇഡിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ രീതിയിൽ പറഞ്ഞ് ജനങ്ങളെ എത്ര കാലമാണ് ഇങ്ങനെ വഞ്ചിക്കുക? ഇഡിയുടെ പരിധിയിൽ വരുന്ന അന്വേഷണം അതിന് BJPയോ അല്ല വേറെ ആരെങ്കിലും നമുക്കൊരു പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. അതിന്റെ സമയങ്ങളിൽ അന്വേഷണ ഘട്ടങ്ങളിൽ അവർക്കുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഇന്ന് 1 വർഷം കൊണ്ട് അല്ല 6 മാസം കൊണ്ട് അന്വേഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഇതാണ്, അതുകൊണ്ട് ജനം തള്ളിക്കളിയും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആരെ തള്ളിയത്? ഇഡിയാണോ തള്ളിയത്? 19 തോറ്റില്ലേ? അപ്പൊ ആരെ തള്ളിയത്? ജനങ്ങൾ തള്ളിയത് ഇവരെയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും മാറ്റങ്ങൾ വരും, വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ശരി, ഏതായാലും ഉറ്റുനോക്കുന്നത് കരുവന്നൂരിലെ ED റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. അക്കൗണ്ടുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയെടുക്കുമെന്ന് നോക്കുന്നു. ED ഈ CPM-ന്റെ കൂസലില്ലായ്മയിൽ ഈ വിഷയം മുന്നോട്ട് പോകുമോ അതോ ED അറസ്റ്റിലേക്ക് കടക്കുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ രാഷ്ട്രീയ പ്രതിരോധം ഏത് തരത്തിലായിരിക്കും ശക്തമാകുക എന്നെല്ലാം ഉറ്റുനോക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് വിഷയം കൂടുതൽ ശക്തമായി തന്നെ ആഞ്ഞടിക്കും, അടിക്കും എന്നുള്ളതിൽ തർക്കമില്ല. വളരെയധികം നന്ദി. സമയപരിമിതി കൊണ്ട് വീണ്ടും അതിഥികളിലേക്ക് വരാൻ കഴിയാത്തത് രമേശ് മാണിക്കോത്ത്, അഡ്വക്കേറ്റ് ഹാഷിഖ് തേക്കിന്റെ ഒപ്പം ശ്രീ വാഹിദ് നട്ടിക ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.